ആരാണ്ട് വീട്ടിലുണ്ട്, നോക്കട്ടെ അമ്മ, നോക്കട്ടെ ആരാന്ന് കേട്ടോ. പൊന്നു പൊന്നു സുഖം. എപ്പോഴാ ഇറങ്ങുന്നേ? ആ, നാളെ നമുക്ക് പോകണ്ടേ? മറന്നുപോയോ? ആ, കുറച്ച് പർച്ചേസിങ് ഉണ്ട്. എപ്പോൾ ഇറങ്ങാം? ഞാനിവിടെ കാത്തിരിക്കുമോ? എപ്പോൾ വരും പറ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ പൊന്നു ഇങ്ങോട്ട് വന്നാൽ മതി. ശരി, അതൊക്കെ നേരിട്ടല്ലേ. എന്താ ഉമ്മ ഉമ്മ. പൊന്നു വിശേഷം? ഒരു മാസമായപ്പോ കണ്ടിട്ട് ഞാൻ ഇവിടെ വരാതെ പോകത്തില്ലല്ലോ. പിന്നെന്തോ പർച്ചേസിംഗിന്റെ കാര്യങ്ങൾ പോണം. നാളെ കുടിക്കാൻ എന്തെങ്കിലും കിട്ടട്ടെ. കുടിക്കാമോ? പിന്നെ ഒരു മാസമായി കണ്ടിട്ട്. ഒരു മാസമായാലെന്താ, ഞാനിവിടെ വന്നിട്ടേ പോകാറില്ല. ഞാൻ ഉയർത്തിരിക്കുമ്പോ കുളിച്ചിട്ട് വന്നിട്ട്. ആ കുഞ്ഞു, ഞാൻ ഇവിടെ എത്തിട്ടാ. ഞാൻ വരാം. ഇവിടെ കുറച്ച് എല്ലാവരും ഒക്കെ ഉണ്ടെന്നേ. നിനക്ക് ഞാൻ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. സസ്പെൻസാ, വരുമ്പോ കാണിച്ചു തരാം. എവിടെ ഇപ്പൊ? വീട്ടിലാ? പതിനഞ്ച് വേണം. ഞാൻ തന്നെ വിളിക്കാം. സിംഗു കവിതകൾ പുഞ്ചിരി തുകയെന്നിൽ മധുരമായി പുഞ്ചിരി തുകി സിംഗു മാലാഖയായി വാ തരരാരരാ. പോയി കുളിച്ചിട്ടോ? ചെല്ല. കുളിയൊക്കെ പിന്നെ കുളിച്ചിട്ട് വാ. ഹായ് മൃദു, കാത്തിരുന്ന വിഷമിച്ച. അതെ, ട്രെയിൻ ലേറ്റായി, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടി, അങ്ങനെയാണ് ഇവിടെ എത്തിയത്. പിന്നെ എന്നാ ഗിഫ്റ്റ് എന്നാ?
പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ വല്യമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് പല കല്യാണം എപ്പോഴാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കല്യാണം നമ്മുടെ ഉടനെ ഉണ്ടാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേ പെങ്ങളുടെ അതിൻ്റെ പിന്നെ പെരവാസ്തൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ആ ചടങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കല്യാണം. പെട്ടെന്ന് കല്യാണം നടത്തുന്ന വീട്ടുകാർ പറയണത്. എവിടെ കല്യാണം? നമുക്കേ ഇച്ചിരി നടന്നാലാ? ഓ മൃദുലേ മൃദുല മുരളി. ഏയ് മഞ്ജു, ഒരു സൂത്രം കൊണ്ടുണ്ട്. ഒരു ചായ എടുത്തു. വണ്ടി ഇടക്ക് കംപ്ലൈന്റ് ആയിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അത് വെച്ചിരിക്കേ. ഇതാ അങ്ങ് വയ്ക്കുന്നത് ആവല്ലേ? അടിപൊളിയാ. മഞ്ജു ഭാഷിണി മണിയറ. എടേ നമ്മുടെ കോഴിക്കോടെ നമ്മുടെ കൂട്ടുകാരന്റെ കല്യാണം ഉണ്ട്. എനിക്ക് നാളോടെ പോണം. നീ അച്ഛനോട് വന്നൊരു 10,000 രൂപ വാങ്ങിച്ചു തന്നെ. ഞാൻ പോകുന്നുണ്ടെന്ന്. എന്റെ സുരേഷ് ഏട്ടാ, നിങ്ങൾ മാസത്തിലാകെ 3 ദിവസമല്ലേ വരുള്ളൂ. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ നേരില്ല നിങ്ങൾക്ക്. അതെ, ഒരുപാട് വിളികളൊന്നും ഇല്ല, ചെറിയ രീതിയിലുള്ള ഒരു കല്യാണം. അപ്പൊ നമ്മള് അച്ഛനോട് ചോദിക്കാണ്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് എവിടെ? ഒരു എൽഡിക്കാർക്ക് എത്ര രൂപയാ ശമ്പളം ഉള്ളത്? നമ്മുടെ വീടിന്റെ കാര്യത്തിനായിട്ട് ഒരുപാട് പിടുത്തം കഴിഞ്ഞിട്ടില്ല നമുക്ക് പൈസ കിട്ടുന്നത്. എനിക്കൊന്നും വയ്യ അച്ഛനോട് ചോദിക്കാണ്ട്. എപ്പോഴും അച്ഛനോട് ചോദിക്കാനൊന്നും വയ്യ. എവിടെ വന്നു ചേച്ചി? മഞ്ജു, മഞ്ജു, നീ ആ 10,000 രൂപയുടെ കാര്യം ഒന്ന് സെറ്റ് ആക്ക്. അച്ഛനോട് ചോദിച്ചിട്ട്. എന്റെ സുരേഷ് ഏട്ടാ, മഴക്കാലമല്ല, അച്ഛന് പാചകം പോലുമില്ല. ഞാൻ എങ്ങനെ പറയാൻ? പിന്നെ ഭയങ്കര പാചകക്കാരൻ നളനാണെന്ന ഉള്ളിയുടെ വിചാരം. ഉണങ്ങിയ ഉള്ളിയിൽ ഏലക്കായും ജീരകമൊക്കെ ഇട്ടിട്ട് ഉള്ളിപ്രഥമനാണെന്ന് പറഞ്ഞ് കൊടുത്ത ആളെ എന്താ? പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ് പുഞ്ചപ്പാടത്ത് കൊക്ക് കുത്തിരിക്കും പോലെ ഇരിക്കുന്ന നിങ്ങളുടെ തന്തേക്കാലും കൊള്ളാം എന്റെ അച്ഛൻ. എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. എവിടെ താമസിച്ച് വെച്ച് പൈസ ഒപ്പിച്ചു? എനിക്ക് പറ്റില്ലെങ്കിൽ എനിക്കറിയാം പൈസ ഉണ്ടാക്കാനായിട്ടൊക്കെ. എന്താന്ന് വെച്ചാൽ ചേച്ചി പൈസ ഉണ്ടാക്കും. നിന്റെ നടന്ന കാശൊന്നും എനിക്ക് വേണ്ട. ചെന്നാ കൊക്കിനോട് ഞാൻ ചോദിക്കും കാശ്. 10,000 രൂപ ഞാൻ ഒപ്പിച്ചു കൊടുക്കും. നിങ്ങളുടെ കാശൊക്കെ എവിടെ തന്നെ? ഹലോ, ആരാ ഇത്? ഇതാരാന്ന്? കട്ടാക്കിയല്ലോ. ഇതാരാ ഇത്? എന്റെ ഫോൺ ഇതാരാ വാട്സപ്പിൽ എങ്ങനെ അയച്ചിരുന്നേ? കുഞ്ഞു 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 ഇത് മാത്രമേ ഉള്ളല്ലോ ഇതിനകത്ത്. തീർക്കണം ഇത്.
ഇതാരേ കുഞ്ഞു? കുഞ്ഞുവാ? അത് എന്റെ ഓഫീസിലെ സ്റ്റാഫ്. ഏത് ഓഫീസിലെ സ്റ്റാഫ്? കുഞ്ഞു അതാ എന്റെ പൊണ്ണ, അത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന. ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കാണ്, ഈ കൂടത്തിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നത്. ഈ വാട്സാപ്പിൽ ഇതെന്താണ്? ഇതെന്താ? ഇല്ല അതൊന്നുമല്ല, ഇത് മെസ്സേജ് കൊണ്ടുപോ. നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നോ? പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് അത് അവർക്കെന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്. ഇതാ നിനക്കറിയാം നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നിനക്കറിയാം. നീ എൻ്റെ ജീവനല്ല. എനിക്കറിയാം. കഴിഞ്ഞതെല്ലാം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇനി നീ കുഞ്ഞിനെ കാണാൻ പോകരുത്. അവളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. നിനക്ക് ഞാൻ പറ്റാഞ്ഞിട്ടാണ്. ഞാനത് ഉപേക്ഷിച്ച് ഇൻഫെക്ഷൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പപ്പായുടെ പറഞ്ഞ് കട്ടപ്പനയിൽ കൊണ്ടുവന്നതാ. ഇല്ല മരുന്ന് ഞാൻ വാങ്ങിച്ചോളാം, കുഴപ്പമില്ല. ഇത് പച്ചമരുന്നാണ്. അതിന്റെ ഇടയിൽ ആരെങ്കിലും പ്രശ്നമാണ് സംഭവിച്ചത്. ഞാൻ എടുത്തോണ്ട് സംഭവം ഞാൻ പറഞ്ഞല്ലോ, പച്ചമരുന്നാ ഞാൻ കൊണ്ടുപോയി കുടിച്ചോ. ഓക്കെ ഞാൻ പോകട്ടെ. അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചപ്പോൾ ഞാൻ എന്തൊക്കെ പ്രശ്നമാണെന്ന് പ്രതീക്ഷിച്ച്. അപ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ. പൊന്നുവിന് ഞാൻ ഈ മരുന്ന് തരാൻ വേണ്ടി വിളിപ്പിച്ച ഇത് ദിവസം 3 നേരം 11 ദിവസം ഒരു 3 ലിറ്റർ എവിടാണെങ്കിലും കേട്ടോ അത് കുടിക്കണം. തേക്കണോ സുരേഷ് ഏട്ടാ ഷർട്ട്? ഷർട്ട് തേക്കേണ്ടി വരും. കാര്യം കല്യാണത്തിന് പോണ്ടതല്ലേ. ഇതെവിടുന്നാ ഈ പൊട്ട്? പൊട്ടല്ലേ ഇത്? അതെ, ഞാൻ തൊടുവല്ലോ ഇങ്ങനത്തെ പൊട്ട്. ഇതെവിടുന്നാ? ഇതേ ഏപ്രിൽ ഫൂൾ ഇതെന്നറിയാ, നീ നിന്നെ ഞാൻ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഏപ്രിൽ മാസം ആയതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ആരുടെയോ പൊട്ടല്ലേ? വിളച്ചെടുക്കല്ലേ എന്റെ വില കൂടുതല്? വേറെ ആരുടെ പൊട്ട എന്റെ മുഖത്ത് പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ട്. ഞാൻ അത്ര മണ്ടിയൊന്നും അല്ല കേട്ടാ. ഹലോ മൃദുല, മൃദുല, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലായിരുന്നോ സുരേഷുമായിട്ട് വിളിക്കരുത്, യാതൊരു ബന്ധങ്ങളും പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? നീ പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് അവരുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം വീണ്ടും സ്ഥാപിക്കുന്നത്? ഇത് പറയാൻ നിങ്ങളാരാണ്? സുരേഷ് ഏട്ടനെ എനിക്ക് ഇഷ്ടമാണ്. എന്ത് ഇഷ്ടമെന്നാ പറയുന്നത്? നിന്നോട് എന്ത് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു 9 വർഷമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, സുരേഷ് ഏട്ടനെ ഞാൻ പോകത്തില്ല. എടി നിന്നോട് അവൻ എന്ത് ഇഷ്ടമാണെന്നാ നീ പറയുന്നത്?
നിന്നെ കണ്ടുവച്ചാലും മതി. ഹനുമാൻ കുരങ്ങനെ പോലെ ഇല്ലടി നീ ഉള്ളത്. നിന്റെ DP ഒക്കെ ഞാൻ കണ്ടു. അവന്റെ ഫോണിൽ കുറെ ഫോട്ടോ ഉണ്ട്. എടി നിനക്ക് കുറെ ധാരണയുണ്ട്. നീ ഏതാണ്ട് ഭയങ്കര ലോകസുന്ദരിയാണെന്നോ നിന്റെ പുറകെയാണെന്നോ അവന് വെറുതെ അടി, വെറുതെയാ. എടി 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 നീ അതൊന്നും പറയണ്ട. ഈ കഴിഞ്ഞ മാസം കൂടെ ഞങ്ങൾ എവിടെയൊക്കെ കറങ്ങാൻ പോയെന്ന് നിനക്കറിയാവോ? എവിടൊക്കെ എന്നെ കൊണ്ടുപോയെന്നറിയാവോ? നിന്നോട് എന്ത് ഇഷ്ടമാണെന്നാ നീ പറയുന്നത്? ഇനി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി സുരേഷിന്റെ ഫോണിലേക്ക് നിന്റെ ഒരു വോയിസ് നോട്ടോ നിന്റെ ഒരു കോളോ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സിന്ധു ആരാണെന്നുള്ളത് നീ അന്നേരം പറയും. മനസ്സിലുണ്ട് ഹാലവലാതി മൃദുലയിൽ നിന്ന് വിളിച്ച ഹലോ മൃദുല കട്ടാക്കിയില്ല. വാട്സാപ്പിൽ നോക്കാം. തുറക്ക്, ലോക്ക് തുറക്ക്. കുറച്ച് ദിവസമായിട്ട് ഞാനിത് കാണുന്നുണ്ട്. ആ തുറക്ക് മോൻ, തുറക്ക്. കുത്തുഞ്ഞ തുറക്ക് തുറക്ക്. വാട്സാപ്പ് എടുക്ക്. വാ വാ, നിങ്ങൾ ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. തിരിച്ചാക്കാൻ നിൽക്കണ്ട, ഇവിടെ വാ, ഇവിടെ വാ. വന്നേ, മഞ്ജു നിനക്ക് എന്നാ വിശ്വാസം ഇല്ലേ? ഇല്ല, ഒരു തരിമ്പ് വിശ്വാസം ഇല്ല. നിങ്ങളെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. തുറക്ക്. വാട്സാപ്പാ? വാട്സാപ്പൊക്കെ ലോക്കാണ്. ഇതൊക്കെ അഴിക്കാൻ പറ്റും. ഒരാഴ്ച ഇന്നും ഇന്നലെ പൊന്നു സുരേഷ് ഏട്ടൻ എവിടെയില്ല. അടുത്തത് ആരാണ്? പൊന്നു എവിടാ ചക്കരെ? അയ്യോ സുരേഷ്, നീ എവിടാ? സുരേഷ് പോയി UK വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക്. ഇവിടെ വാ, ഇവിടെ വാ. എവിടെ? ആ ചിറ്റ. ഓ എന്റെ ചിറ്റ, എനിക്ക് മടുത്ത് ഈ ജീവിതം. ഒരു പെണ്ണല്ല ചിറ്റ. ഞാൻ ഇന്നിപ്പോ കണ്ട് വാട്സപ്പിൽ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ പഞ്ചാര അടിക്കാനും വാട്സപ്പ് ചെയ്യാനും അതിനും ഇതിനുമായിട്ടുള്ളത് കുറെ എണ്ണം ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാലാ ഭയങ്കര കള്ളത്തരാ. നമ്മൾ അങ്ങോട്ട് കൺവിൻസ് ചെയ്യിച്ചു കളയും. അതാണ് ഇതാണെന്ന് പറഞ്ഞോണ്ടുള്ളത്. അതെ, എന്തെങ്കിലും ചെയ്യണം ചിറ്റ. ചിറ്റ ഒരു മറുപടി പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, എനിക്ക് മടുത്ത് ഈ പറഞ്ഞ പോലെ. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് നേരം പോലും ഇല്ലല്ലോ. ഒരു മിനിറ്റ് പോലും ഞങ്ങളുടെ കൂടെ നിൽക്കത്തില്ലല്ലോ. പോകുമല്ലോ അപ്പൊ തന്നെ അങ്ങോട്ട്. എന്ത് ചെയ്യാൻ? അങ്ങനെ ചെയ്താൽ മതിയാ? അല്ല, കൊടുക്കണം ചിറ്റ. ഇച്ചിരി പണി കൊടുക്കണം. അയാളെ ചില്ലറ വിളച്ചിലല്ല കാണിക്കുന്നത്. എന്നെ ഇട്ടുകൊണ്ട് എന്തും വേണ്ടി പറ്റിച്ചെന്നറിയാവോ? ശരി, ഞാൻ ഏറ്റി. ആ നാളെ പോകും അങ്ങോട്ട്. ഇനിയിപ്പോൾ അടുത്ത മാസമല്ലേ വരുള്ളൂ. ശരിയിട്ട് ഞാൻ ചെയ്തോളാം. എന്താ ഞാൻ ചെയ്തോളാം. അച്ഛൻ അടുത്ത മാസം വരും. അപ്പൊ എന്താ മേടിച്ചിട്ട് വരേണ്ടത് നോക്ക്. ഉറപ്പ്. കിൻഡർ ജോയും കളർ പെൻസിലും. സുരേഷേട്ടാ, സ്റ്റോണിന്റെ വേദന എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വെള്ളം കുടിക്കും. ചിറ്റ വന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഞെരിഞ്ഞില് കൊണ്ടുപോയി. അത് നല്ലതാണ്. ഞാൻ ഞെരിഞ്ഞിന്റെ പൊടി എടുത്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ടേ ഇതിന്ന് ഓരോന്നുള്ളിൽ എടുത്ത് വെള്ളത്തിൽ ഇത് കഴിക്കാം. അപ്പോഴത്തേക്ക് മാറും. അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. മോനെ ബാ, സ്കൂളിൽ പോകണ്ടേ കുഞ്ഞിനെ? ബാ. അവിടെ പോയി അടങ്ങാതെ മര്യാദക്ക് വിളിക്കുന്നടി പാടി കൊച്ചുകൂടെ നിൽക്കട്ടെ.
എങ്ങനെയുണ്ട് അസുഖം? കുഴപ്പമില്ല, എന്നാലും ഒന്ന് ഹോസ്പിറ്റൽ വരെ പോണം. ഇവിടെ നിൽക്കട്ടെ, രക്ഷേ പോട്ടെ. ഹലോ സുരേഷേ, എന്തുണ്ട് വിശേഷം? ഞാൻ തന്ന മരുന്ന് നീ കുടിക്കുന്നുണ്ടായിരുന്നോ? നീ 11 ദിവസവും കംപ്ലീറ്റ് ചെയ്തോ? അത് നീ കുടിച്ച സാധനം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? നീ കുടിച്ചതാണ് കടുക്കാവെള്ളം. നീ കുടിച്ചത് കടുക്കാവെള്ളമാണെന്ന്. നിന്നെ പോലെയുള്ള ഇങ്ങനെ വീടും കൂടും മറന്ന് അങ്ങനെ നടന്നിട്ട് പോലും നിന്നെ സ്നേഹിച്ച് നിന്നെ ആത്മാർത്ഥമായിട്ട് നിന്റെ കൂടത്തിൽ കഴിഞ്ഞ എനിക്കിട്ട് നീ ഇതുപോലുള്ള പാര തന്നതിന് നിനക്കിട്ട് ഞാൻ തന്ന ചെറിയൊരു പാര കേട്ടോ. ഇനി നീ ആരുടെയും കൂടെ പോകരുത്, മനസ്സിലായല്ലോ? അപ്പം ശരി, ബൈ ബൈ. ഓക്കേ. ഹലോ ഡോക്ടർ രഘുനാഥല്ലേ? സാറേ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. എനിക്ക് ഒരു അബദ്ധത്തിൽ കുറച്ച് കടുക്കാവെള്ളം കുടിക്കേണ്ടി വന്നു. അത് ഒരു മാസത്തിനടുത്തായി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡോക്ടർ? ആണോ? കടുക്ക പണി തുടങ്ങി.